പ്രിയമുള്ളവരെ, തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും എന്ന് ഇന്ന് തിരുവചനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിച്ചു. കുരിശിൽ സ്വയം തന്നെ ശൂന്യവൽക്കരിച്ചുകൊണ്ട് നൽകിയവൻ്റെ ജീവിതം തന്നെ ഇതിനുദാഹരണമാണ്. ഈശോയെ കുരിശിൽ ബലിയായി തീർന്നുകൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങേക്ക് സമർപ്പിക്കുവാനായി വിളിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. പലപ്പോഴും ഞങ്ങളുടെ ഉയർച്ച ഞങ്ങൾ മറ്റുള്ളവരെക്കാൾ വലുതാണെന്നുള്ള ചിന്ത, ഞങ്ങൾ ആരുടെയും താഴെയല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സ്ഥാനം വേണം എന്നുള്ള ചിന്തകളുമായിട്ടൊക്കെ മുന്നോട്ട് പോയ നിരവധി അവസരങ്ങളുണ്ട്. കാരുണ്യവാനായ കർത്താവെ, ഇന്ന് നീ ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് ദൈവമായിരുന്നിട്ടും മനുഷ്യരൂപത്തിൽ നീ പ്രത്യക്ഷപ്പെട്ട സ്വയം ശൂന്യവൽക്കരിച്ചു എന്ന്. എൻ്റെ കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകി ഈ ദിവസം അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈ ദിവസത്തിൻ്റെ സമാപനത്തിൽ ഇതാ കർത്താവെ, നീ ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. പ്രാർത്ഥിച്ചിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ തിന്മയായിട്ടുള്ള ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് നിങ്ങൾ ചോദിച്ചതെന്ന് യാക്കോബ് ശ്ലീഹ ഓർമ്മിപ്പിക്കുന്നു. പലപ്പോഴും ഞങ്ങളുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പലതും ചോദിക്കുന്നത്. എന്നാൽ നിനക്ക് ഞങ്ങളെ നന്നായിട്ടറിയാം. നീ ഞങ്ങളുടെ നന്മയാണ് ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ നിൻ്റെ സ്വന്തമായതുകൊണ്ട് വിലപ്പെട്ടത് മാത്രമാണ് നീ ഞങ്ങൾക്ക് നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. വിലയേറിയ മുത്തുകൾ പന്നികൾക്ക് ചവിട്ടാനായി ഇട്ടുകൊടുക്കരുതെന്ന വിലാപങ്ങളുടെ പുസ്തകത്തിലെ വചനം ഞങ്ങൾ ഓർക്കുന്നു. സ്വർണവും വെള്ളിയുമായി തങ്കവുമായി ഞങ്ങളെ ഓരോരുത്തരെയും നീ സൃഷ്ടിച്ചു. നിന്നിലുള്ള ദൈവീകത ഞങ്ങളിലേക്ക് നൽകി. അല്ല, ആ ദൈവീകതയെ നഷ്ടപ്പെടുത്തിയ നിരവധി അവസരങ്ങളുണ്ടെന്ന് ഇന്ന് ഞങ്ങളെ ഓർമ്മിപ്പിച്ചു. കാരുണ്യവാനായ കർത്താവെ, ഈ ദിവസത്തിൻ്റെ സമാപനത്തിൽ നീ നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് നിന്നെ മഹത്വപ്പെടുത്തി നിനക്ക് നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു. ഇതാ കർത്താവെ, സമ്പൂർണമായ ഈ ദിവസത്തെ നിനക്ക് വിട്ടുതരുന്നു. യൂദന്മാരുടെ നസ്രയക്കാരനായ യേശുവെ, യൂദന്മാരുടെ രാജാവായ നസ്രയക്കാരൻ യേശുവെ, യൂദന്മാരുടെ രാജാവായ നസ്രയക്കാരൻ യേശുവെ, പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങൾ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകണമേ. പ്രഭാതത്തിൽ എഴുന്നേറ്റ് നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ. ഈ രാത്രിയിൽ നിൻ്റെ ദൂതന്മാരെ കാവലിനായിട്ടയക്കണമേ. നിൻ്റെ സാന്നിധ്യവും സാമീപ്യവും ഓരോ നിമിഷവും അനുഭവിക്കുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന.